കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും സമ്മർദ്ദം ചെലുത്തുകയും തുടരുന്നതിനിടയിൽ ഷെയ്ഖ് ഹസീന ഇതാദ്യമായി ഒരു പബ്ലിക് മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ന്യൂയോർക്കിലായിരുന്നു ഒരു പബ്ലിക് മീറ്റിങ്ങിൽ അവർ പറഞ്ഞത്, യുനെസ് ഇപ്പോൾ നടക്കുന്ന ഇടക്കാല സർക്കാരും ചേർന്ന് അവിടെ ന്യൂനപക്ഷങ്ങളെ വംശഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഷെയ്ഖ് ഹസീന ഒളിവിലാണ് എന്ന് ആയിരുന്നു ഇക്കാലമത്രയും ധാക്കയിലെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്ത്യ അവരെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പബ്ലിക്കായി എത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഷെയ്ഖ് ഹസീന ആ പൊതുവേദിയിൽ എത്തുന്നതോടുകൂടി അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്. കാരണം സ്വാമിമാരെ മറ്റുമൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഷെയ്ഖ് ഹസീന തന്നെ തുറന്നു വിട്ടുകൊണ്ട് ബംഗ്ലാദേശിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് വിവിധ മാധ്യമങ്ങളും പറയുന്നത്. അത്തരത്തിലൊരു ക്യാമ്പയിനിലേക്ക് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വംശഹത്യയുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അതും അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു നേതാവ്, ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നൊരു നേതാവ്, ആ നേതാവ് തന്നെ ഇപ്പോൾ പബ്ലിക്കായി ഇറങ്ങി അവിടെ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് കൃത്യമായി പറയുന്നു. ഒപ്പം തന്നെ ഇതുവരെ ധാക്കയിലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീന ഒളിവിലാണ് എന്നുള്ള വാർത്തയും പൊളിഞ്ഞു വീഴുകയാണ്. ന്യൂസ് ഡെസ്ക്.